ലാലേട്ടൻ പെണ്ണായി. എന്താന്ന്? ലാലേട്ടൻ പെണ്ണാ? ആ, ലാലേട്ടൻ പെണ്ണിന്റെ വേഷം കെട്ടിയേക്കണ്. അയ്യേ, ഇതങ്ങനെ സഹിക്കൂടാ. അയ്യോ, ഇതൊന്നും ശരിയുള്ള കാര്യമൊന്നുമല്ല. മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ മാടിക്കുത്തി അടിപൊളിയായിട്ട് വരുന്ന നമ്മുടെ തമ്പുരാനാണ് ലാലേട്ടൻ. ആ ലാലേട്ടനാണ് ഈ പെൺവേഷം കെട്ടിയണ. അയ്യേ, എന്തൂട്ടാടാ കാണിച്ചു വെച്ചേക്കണേ. ഇമാതിരി ഡയലോഗ് അടിക്കുന്ന ടീംസെ നിർത്തിക്കോ. ലാലേട്ടൻ നമ്മുടെ മോഹൻലാൽ അടിപൊളിയായിട്ടല്ലേ വിൻസ് മേരി ജുവൽസിന്റെ അടിപൊളിയായിട്ട് ഒരു പരസ്യം ചെയ്തേക്കാണ്. ആ പരസ്യത്തിൽ ലാലേട്ടന്റെ അഭിനയം കണ്ട് കുറെ പേര് ഇങ്ങനെ ട്രോളുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ലാലേട്ടൻ പെൺവേഷം കെട്ടി, അയ്യയ്യേ എന്തോ ഈ കാണിച്ചേക്കുന്നേ, ഇങ്ങനെയൊക്കെ പെണ്ണിന്റെ വേഷം കെട്ടി പെണ്ണിനെ പോലെ അഭിനയിക്കുന്ന മനുഷ്യനായി മാറി, ഇനി അതിയൊന്നും മാറില്ല. പണ്ട് നമ്മുടെ ദിലീപ് ചാന്ത് പൊട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് ഇപ്പൊ അദ്ദേഹത്തിന് കുറച്ച് നാള് ആ സ്ത്രൈണ ഭാവം ഇടക്കിടക്കൊക്കെ അഭിനയിക്കുമ്പോൾ വരുമായിരുന്നല്ലോ. അത് ദിലീപ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ലാലേട്ടനും ഈ സ്ത്രൈണ ഭാവം ഇനി സ്ഥിരമായിട്ടുണ്ടാവും, എല്ലാ പടത്തിലും ഉണ്ടാവും. എന്തുവാ ഈ പ്രകാശ് വർമ്മ ഇണക്കത്തിനും കാരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ലതുപോലെ ട്രോളുന്നുണ്ട് കുറച്ച് ടീംസ്. എൻ്റെ ടീംസെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ ഏത് കാലത്താണ്? അങ്ങേര് അടിപൊളി ലെവൽ ആക്ടറാണ്, കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കാരണം ഇതുപോലെ ചെയ്യാനായിട്ട് വേറെ ഏത് നടനുണ്ടെന്നൊരു വെല്ലുവിളി ചോദ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കൈവിരലുകൾ വരെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയല്ലേ. വിൻസ് മേരി ജുവൽസ് ഇപ്പൊ അടിപൊളി ഹൈപ്പിൽ കയറിയേക്കാണ്. ആ ജുവൽസ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പേരറിയില്ല. വിൻസ് മേരി അതേതാന്ന് ഇങ്ങനെ എടുത്ത് ചോദിക്കുമായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് തന്നെ വിൻസ് മേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓടിക്കത്തും. നമ്മുടെ ലാലേട്ടൻ കഴുത്തിൽ നെക്ലേസ് ഒക്കെ ഇട്ട് സ്ത്രൈണ ഭാവത്തിൽ, ആ സ്ത്രൈണ ഭാവം മുഴുവനായിട്ട് അണിഞ്ഞ പോലെ, അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറയൂല, അതുപോലെയാണ് അങ്ങേര് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തു വെച്ച ആ ഒരു പരസ്യമല്ലേ വിൻസ് മേരി ജുവൽസിന്റെ, അടിപൊളിയല്ലേ എന്ന് എല്ലാവരും പറയും. ലാലേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. വിമർശിക്കുന്നവർക്ക് ഇപ്പൊ പല രീതിയിലും വിമർശിക്കാം, അതിനെ ആരും തെറ്റു പറയുന്നില്ല. പക്ഷെ വിമർശിക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഇത്തിരി കാതലുണ്ടാവണം. പെൺവേഷം കെട്ടി എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നവർക്ക് ചുമ്മാ അങ്ങനെ പറഞ്ഞു കൂട്ടാന്നല്ലാതെ പെൺവേഷം കെട്ടി എന്ന് വെച്ചിപ്പോ എന്താ കുഴപ്പം? എന്താ പെൺവേഷം കെട്ടി എന്ന് പറയുന്നത്? ചുമ്മാ കുറെ മുടി വാരി വെച്ച് അങ്ങനെ, അല്ലെങ്കിൽ സ്ത്രീയുടെ വേഷം ധരിച്ചല്ല പെൺവേഷം കെട്ടുന്നത്. നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഒരു പുരുഷൻ നിന്ന നിൽപ്പിൽ ഒരു പെണ്ണിന്റെ രൂപത്തിലേക്ക്, പെണ്ണിന്റെ ഭാവത്തിലേക്ക് മാറാൻ സാധിക്കുക എന്നതാണ് അഭിനയത്തിന്റെ ഒരു കരുത്ത്. അത് ലാലേട്ടൻ ഇവിടെ സൂപ്പറായിട്ട് ചെയ്തില്ലേ. അദ്ദേഹം ഈ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് വരുന്ന വരവ് തന്നെ ഉണ്ടല്ലോ, വിൻസ് മേരി ജുവൽസിന്റെ പരസ്യം ഒന്ന് എടുത്ത് നോക്കൂ. അപ്പൊ അദ്ദേഹം കാറിലാണ് വരുന്നത്. കാറിൽ വരുമ്പോൾ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. മോഹൻലാൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിശയകരമായിട്ട് ആ കണ്ണുകളൊക്കെ വിടർത്തി ഇങ്ങനെ നോക്കുന്ന ആ നോട്ടത്തിൽ തന്നെ കാറിന്റെ ചില്ലിലായിട്ട് ഒരു പെണ്ണിന്റെ മുഖം ഇങ്ങനെ ഒന്ന് തെളിയുന്നുണ്ട്, ഒരു മിന്നി മാഞ്ഞൊരു നിഴല് പോലെ പരക്കുന്നുണ്ട്. അതിൽ നിന്നും മനസ്സിലാക്കണം ഇത് അർദ്ധനാരീശ്വര ഭാവമാണെന്ന്. നമുക്കത് ക്ലിക്ക് ആക്കി എടുക്കണം. പക്ഷെ അത് തുടക്കത്തിൽ കാണുമ്പോൾ, പരസ്യം കാണുമ്പോൾ ആർക്കും അത് ക്ലിക്ക് ആവില്ല. നമ്മൾ ചുമ്മാ, ഞാനും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് അടിച്ചടിച്ച് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായത്. നമ്മൾ ചുമ്മാ അത് കാണുകയാണ്. അത് ഇതിൽ പ്രകാശ് വർമ്മ അടിപൊളിയായിട്ട് അത് ആ പരസ്യചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയാണ്. നമ്മുടെ ജോർജ് സാറ് സൂപ്പറായിട്ട് പുള്ളി സംവിധാനം ചെയ്തിരിക്കുകയാണ്. നിർവ്വാണ പ്രൊഡക്ഷൻസ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു പരസ്യചിത്രം അതിവേഗം അങ്ങോട്ട് ഉയരങ്ങൾ കീഴടക്കി എന്ന് പറയുമ്പോൾ അത് സൂപ്പറല്ലേ. അപ്പൊ നമ്മളതിനെ കുറ്റപ്പെടുത്തിയൊന്നും പറയരുത്. മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു അഭിനേതാവാണ്. അദ്ദേഹത്തിന് വൃദ്ധന്റെ വേഷം ചെയ്യേണ്ടി വരും, സ്ത്രീയുടെ വേഷം ചെയ്യേണ്ടി വരും, സ്ത്രീയുടെ ഭാവതലങ്ങൾ എടുക്കേണ്ടി വന്നാൽ അതും എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കട്ട ഹീറോയിസമായിട്ടുള്ള ഇത് ചെയ്യണമെങ്കിൽ അതും ചെയ്യണം. ആ ഭാവത്തിലാണെങ്കിൽ അങ്ങനെ വരണം. ഇപ്പൊ മാടമ്പി ലുക്കിലൊക്കെ മോഹൻലാൽ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ത്രൈണ ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതിന് ഇത്രയേറെ ട്രോളി വിമർശിച്ച് ഇങ്ങനെ മോഹൻലാലിനെ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിലും ചെറുതായിട്ട് സ്ത്രൈണ ഭാവം കലർന്നു വരുന്നുണ്ട്. ആ പടം കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ വാനപ്രസ്ഥം 1999 ഷാജി എൻ കരുൺ ചെയ്ത വാനപ്രസ്ഥം, അതിൽ കഥകളി നടനായിട്ട് ആ വേഷം ചെയ്യുന്ന മനുഷ്യനായിട്ട് അങ്ങനെ നിറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ സ്ത്രൈണഭാവത്തിന്റെ മൂർത്തിമതയിലേക്കാണ് ഉയർന്നു വന്നു. പൂതനയായിട്ടൊക്കെ അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തു വെച്ചു. അപ്പൊ ആ സിനിമയിലും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രോത്ത് ഉയർത്തിയൊരു പടമാണ് കമലദളം. ലോഹി സാറിന്റെ തൂലികയിൽ നിന്ന് പിറന്ന കമലദളം. അതിലും അദ്ദേഹം നൃത്തം ചെയ്യുന്നു, കൈവിരലുകൾ തന്നെ അഭിനയിക്കുന്നു. എത്ര നിസ്സാരമായിട്ടാണ് അതിൽ ഓരോ സ്റ്റെപ്പുകളും ചെയ്തു വെച്ച് ആ സിനിമയെ മൊത്തമായിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ നൃത്തം പഠിച്ചിട്ടുണ്ടോ?
കല അഭ്യസിച്ചിട്ടുണ്ടോ, കഥകളി പഠിച്ചിട്ടുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. ആ തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ ചുവടുകളും. അതൊരു അഭിനേതാവിന്റെ കഴിവാണ്. അതൊന്നും ഇതിനു മുമ്പ് പഠിച്ചിട്ട് ചെയ്യണതായിരിക്കില്ല. ചിലപ്പോൾ ഈ പരസ്യചിത്രം ഇപ്പോഴും കാണുമ്പോഴും അയ്യേ അയ്യയ്യേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടാവും. അത് അങ്ങനെയുള്ളവർ ചിലപ്പോൾ അഭിനയത്തിന്റെ മറ്റ് തലങ്ങളൊന്നും കാണാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് കളിയാക്കുന്നത്. ഇത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനെ കുറ്റം പറയാനൊന്നുമില്ല. ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് ലാലേട്ടൻ വരുന്നു. അദ്ദേഹം വന്നു നിൽക്കുന്നു. ജുവൽസിന്റെ പരസ്യമാണെന്ന് പറയുന്നു. സംവിധായകൻ പ്രകാശ് വർമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ലാലേട്ടൻ ആ നെക്ലേസിൽ ആ വളയിലേക്കൊക്കെ ഒന്ന് ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു. പതുക്കെ ലാലേട്ടൻ വേഗത്തിൽ കടന്നു പോകുന്നു. അവിടെ നിൽക്കുന്നവരൊക്കെ അപ്പം തന്നെ, ലാലേട്ടൻ പോയതിനു ശേഷം അവിടെ നിൽക്കുന്നവരൊക്കെ തന്നെ, അയ്യോ ഇവിടെ വെച്ചിരുന്ന് മാല കാണുന്നില്ല, വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ല, വള കാണുന്നില്ല, ഇതൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പ്രകാശ് വർമ്മ ചോദിക്കുന്നു, ലാലേട്ടനെ അറിയിക്കണ്ടേ എന്ന് പറഞ്ഞ് ചോദിക്കും. വേഗം തന്നെ ലാലേട്ടനെ കാണാനായിട്ട് വരുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ ലാൽ സാറ് ഈ മാലയൊക്കെ കണിഞ്ഞിങ്ങനെ കൈവിരലുകൾ കൊണ്ട് തൻ്റെ ഭംഗി ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ആശ്ചര്യത്തോടു കൂടി തൻ്റെ മുഖം ഇങ്ങനെ നോക്കി. അതൊക്കെ രസകരമായിട്ട് ലാലേട്ടൻ അത് ചെയ്തു വെച്ചിരിക്കണം. സ്ത്രൈണഭാവം എല്ലാ പുരുഷന്മാരിലും ഒരല്പം ഉണ്ടാകും. അതില്ല എന്നൊക്കെ ചുമ്മാ പറയണാണ്. ഉണ്ടാവും, അത് ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്, സ്ത്രൈണഭാവം കടന്നു വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കൈവിരലുകൾ വരെ ലാലേട്ടൻ അഭിനയിക്കുന്നു പറഞ്ഞ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് കുറെ കാലമായിട്ട് കേൾക്കുന്നതാ. കൈവിരലുകൾ എങ്ങനെ അഭിനയിക്കും? കൈവിരലുകൾ ഡയലോഗ് പറയുമെന്ന് ചോദിക്കാനെങ്കിൽ ഡയലോഗ് പറയണതല്ല. ഇപ്പൊ ഈ കൈവിരലുകൾ വെച്ചുള്ള അഭിനയത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എങ്കിലും ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ അതിനിർണായകമായിട്ടുള്ളൊരു ഫുട്ബോൾ മാച്ച് കാണുകയാണ്. അതിൽ നമ്മുടെ ടീം ജയിക്കാനായിട്ട് ഒരു ഗോൾ വേണം. കളി തീരാനായിട്ട് ഇങ്ങനെ നിമിഷങ്ങൾ മാത്രം മതി. അപ്പൊ ആ ഒരു നിമിഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ടീം ആഗ്രഹിക്കുന്നത് ഒരു ഗോൾ കിട്ടണം, ജയിക്കണം, ആ ഒരു ചിന്തയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആ കളിയിലേക്ക് ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുടെയൊക്കെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒരുപക്ഷെ അവരുടെ കൈവിരലുകളിൽ പ്രതിഫലിക്കും. അവരിങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കൈവിരലുകളിലൂടെ അത് പ്രതിഫലിക്കും. ചിലപ്പോൾ ആ ഗോൾ അടിക്കാനുള്ള അവസരം കൈ വന്നതാണ്. ഒരാളുടെ കാലിൽ കിട്ടിയ പന്ത് അത് അടിച്ച് ഗോളാക്കേണ്ടതാണ്. പക്ഷെ അത് അടിച്ച് പുറത്തേക്കൊക്കെ കളയുമ്പോൾ തന്നെ നമ്മൾ നശിപ്പിച്ച് നല്ലൊരു അവസരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ ഒരു ഭാവഭേദത്തിൽ തന്നെ അതിങ്ങനെ നമ്മൾ ഫീൽ ചെയ്ത് പറയും. അതറിയാതെ വന്നു പോകുന്നതാണ്. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അപ്പൊ അഭിനയിക്കുന്ന ഒരാൾക്ക് അത് എങ്ങനെ അത് കൃത്യമായ രീതിയിൽ അത് ഉപയോഗിക്കാമെന്ന് അറിവുണ്ടാകും. ആ അറിവ് നമ്മുടെ ലാലേട്ടനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈവിരലുകൾ വരെ അഭിനയിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു യാതൊരു തെറ്റുമില്ല. ഇപ്പൊ ഈ പരസ്യ ചിത്രത്തിൽ അദ്ദേഹം ആഭരണത്തിന്റെ ഭംഗി നോക്കുന്നതും അത് അപ്പൊ തന്നെ അങ്ങനെ ഓരോരോ മുദ്രകൾ, ഏതൊക്കെയോ ഒരു മുദ്രകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ആ കൈവിരലുകൾ വരെ ആ അഭിനയത്തിന്റെ കാര്യത്തിൽ മികവായി വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ ട്രോളുന്നവർക്ക് ഇപ്പൊ എന്ത് ട്രോളാലോ. അപ്പൊ ഞാൻ ഈ ഫുട്ബോൾ മാച്ചിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ഫുട്ബോൾ ആവാം, ക്രിക്കറ്റ് ആവാം, ഏത് സംഭവം ആവാം, നമ്മളിങ്ങനെ അതിലേക്ക് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് ദേഷ്യഭാവമാണെങ്കിൽ ആ ദേഷ്യം ചിലപ്പോൾ നമ്മൾ ആ മുഷ്ടി ചുരുട്ടലും ഒക്കെ കൈവിരലുകളിലൂടെ കൈപ്പത്തിയിലൂടെ ഒക്കെ പുറത്തു വരും. അപ്പൊ അഭിനയത്തിന്റെ കാര്യത്തിൽ കൈവിരലുകൾക്ക് ഒരു പ്രാധാന്യമായിട്ടുള്ള സ്ഥാനമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ലാലേട്ടൻ സൂപ്പറായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രൈണഭാവം കുടിച്ച ഒരു പുരുഷ രൂപമായിട്ട് അതിന് നിറഞ്ഞു നിൽക്കുകയും ആ സ്ത്രൈണഭാവം കടന്നു വരുന്ന ഓരോ ചുവടുകളും ഓരോ നിമിഷങ്ങളും അദ്ദേഹം സൂപ്പറാക്കി മാറ്റി. ഇപ്പൊ ചില ആളുകൾ പറയും ഈ ഭൂമിയിൽ ആണും പെണ്ണും മാത്രം മതി, വേറെ ഒന്നും വേണ്ട, വേറെ സംഭവങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെയൊക്കെ മോശപ്പെടുത്തി തരം താഴ്ത്തി സംസാരിക്കുന്നവരുടെ രീതികളാണ്. അങ്ങനെയല്ല. ആഗ്രഹങ്ങൾക്ക് ജെൻഡറുകളില്ല, ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല. അപ്പൊ അത് വിൻസ്മേര ജ്വല്ലറിയുടെ പരസ്യത്തിൽ സൂപ്പറായിട്ട് ലാലേട്ടൻ അഭിനയിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. കളിയാക്കുന്നവർ ചുമ്മാ പൊട്ടത്തരം വിളിച്ചു പറയുകയാണ്. അദ്ദേഹം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പരസ്യത്തിന്റെ ക്ലിക്ക് തന്നെ ലാലേട്ടൻ ഉയർത്തി, ആ പരസ്യത്തിന്റെ മൂല്യം ഉയർത്തി തന്നെ പറയണം. അതിപ്പോ പ്രകാശ് വർമ്മയുടെ തലച്ചോറിൽ വന്ന ഒരു ചിന്തയുടെ ശക്തി തന്നെയാണ്. അദ്ദേഹം സൂപ്പറായിട്ട് അത് ഡയറക്റ്റ് ചെയ്തു. ഒരു സിമ്പിൾ പരസ്യം, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ കമലദളത്തിലും വാനപ്രസ്ഥത്തിലും തന്മാത്രയിലും ഒക്കെ നമ്മൾ കണ്ടു പരിശീലിച്ച ലാലേട്ടൻ ഉപയോഗിച്ച് വെച്ച ആ സ്ത്രൈണഭാവത്തെ കൂടുതലായിട്ടും ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നു. അദ്ദേഹം കുറേ കാലമായിട്ട് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളൊന്നും സിനിമയിൽ ഇപ്പൊ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ പരസ്യത്തിലൂടെ എന്തായാലും അതെല്ലാ എഴുത്തുകാരുടെ മനസ്സിലേക്കും ഒരു തീയായിട്ട് പടർന്നു വന്നിട്ടുണ്ടാവും. ഉടനെ തന്നെ അവര് പേപ്പറും പേനയെടുത്ത് വലിയൊരു തിരക്കഥ ഒരുക്കുന്നുണ്ടാവും. ലാലേട്ടൻ ഇനി കടന്നു വരാനിരിക്കുന്ന ചിത്രത്തിൽ, ഏതെങ്കിലും ഒരു ചിത്രത്തിൽ
പൂർണ്ണമായിട്ട് മുഴുനീള സ്ത്രൈണഭാവമുള്ള ഒരു വേഷമായിട്ട് കടന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.